എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സേവ്യർ ആൻ്റണി. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കോയിവിള ഗ്രാമമാണ്. 10 വർഷത്തോളം ഞാൻ പ്രവാസ ജീവിതം നയിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് പോളണ്ട് എന്ന രാജ്യത്തേക്ക് പോകാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ അതൊരു വലിയൊരു ആഗ്രഹമായിട്ട് പോളണ്ടിന് പോകണമെന്ന ആഗ്രഹത്തിൽ നടക്കുന്നു. പക്ഷേ ഒരു ദിവസം തിരിച്ചറിയുകയാണ് പോളണ്ടിലേക്കുള്ള യാത്ര നടക്കത്തില്ല. അപ്പോൾ ഞാൻ പാസ്പോർട്ട് തിരിച്ചു വാങ്ങിക്കാനായി ഓഫീസിൽ ചെന്ന സമയത്ത് ഒരു സുഹൃത്തിനെ അവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, മസ്കറ്റിലേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ വാക്ക് കേട്ടിട്ട് ഈ പാസ്പോർട്ടുമായിട്ട് തിരിച്ചു പോയി മസ്കറ്റിലേക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ പാസ്സായിട്ട് ആണ് ഞാൻ ആ ചാൻസിലാണ് മസ്കറ്റ് എന്ന രാജ്യത്തേക്ക് പോകുന്നത്. 2008 ജനുവരി മാസം 26-ാം തീയതിയാണ് ഞാൻ ഒമാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ എത്തുന്നത്. അവിടെ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിലാണ് വന്നത്. ഞാനൊരു വെൽഡിംഗ് ടെക്നീഷ്യനാണ്. അപ്പം അവിടെ വെച്ച് മറ്റ് സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. ആ കമ്പനിയുടെ ജോലിയോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് കിട്ടുന്നു. അങ്ങനെ ദേവാലയവുമായിട്ട് ഒരു ബന്ധത്തിലെത്തുകയാണ്. ആ ദേവാലയത്തിൽ വെച്ച് മസ്കറ്റിലെ ഗാല ചർച്ചിൽ വെച്ചാണ് ക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് ജീസസ് യൂത്തിലെ സുഹൃത്തുക്കളുമായി പരിചയപ്പെടുന്നു. അവരുമായിട്ട് നല്ലൊരു ബന്ധം മുന്നോട്ട് പോകുന്നു. അതനുസരിച്ച് തന്നെ വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളർന്നു വരുന്നു. വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധം വലിയൊരു ആത്മീയതയിലേക്കും വചനം പഠിക്കണം, അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കണമെന്നുള്ള ഒരാഗ്രഹത്തിലേക്കും എത്തുകയാണ്. മസ്കറ്റിലെ ഗാല ചർച്ചിൽ ഒരു വിശുദ്ധ വാരത്തിൽ ഞാൻ കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അവിടെ വരികയാണ്. ആ സമയത്ത് ജീസസ് യൂത്തിലെ സഹോദരങ്ങൾ ഒരു ഹോളി ലാൻഡിൽ പോയിട്ട് വന്നിട്ട് ആ ഹോളി ലാൻഡിൽ കണ്ട ചിത്രങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിക്കുന്നു. അത് വന്ന് അനേകർ കണ്ടിട്ട് മടങ്ങുന്നു. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് ഈ ഹോളി ലാൻഡിൻ്റെ ചിത്രങ്ങൾ കാണാനായിട്ട് ഗാല ചർച്ചിലെ ആ ഗ്രൗണ്ടിൽ അവരൊരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തെത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ ചിത്രങ്ങളും കണ്ടു മടങ്ങുന്ന കൂട്ടത്തിൽ ക്രിസ്തുവിനെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിക്കുന്നൊരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. ആ ചിത്രത്തിൽ ഞാൻ കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിന്നു. അന്നേരം ഒന്നും മനസ്സിലായില്ല എന്താണെന്നൊന്നും. ക്രിസ്തുവിനെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിക്കുന്നു, അതാണ് ആ ചിത്രം എൻ്റെ ഹൃദയത്തിൽ മായാതെ നിന്നു. അത് പിന്നീടാണ് ബൈബിളിലേക്ക് കടന്നു വന്നപ്പോഴാണ് യെശയ്യാ 53-ലാണ് ആ ചിത്രത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ പ്രവചനങ്ങളും അടങ്ങിയിരിക്കുന്നത് യെശയ്യാ 53 ക്രിസ്തുവിൻ്റെ കുരിശുമരണം മുഴുവൻ നമ്മൾ അതിൽ കാണുകയാണ്. ആ ഒരു ബോധ്യത്തിലേക്കും ആത്മീയ വളർച്ചയിലുമൊക്കെ പിന്നീടാണ് എത്തുന്നത്. അങ്ങനെ വചനം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലേക്ക് വരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 4 മണി സമയമാകുമ്പം ലേബർ ക്യാമ്പുകളിൽ നിന്ന് ജീസസ് യൂത്തിൻ്റെ സഹോദരങ്ങൾ ഒരു വാഹനവുമായിട്ടും വന്ന് ഓരോ വ്യക്തികളെയും കൂട്ടി ഗാല ചർച്ചിലെ ജീസസ് യൂത്ത് പ്രെയർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ തീഷ്ണതയോടെ വില കൊടുത്തോടുന്ന കുറച്ച് യുവതിയുവാക്കളെ അവിടെ കാണാൻ സാധിച്ചു. അവരുടെ കൂട്ടത്തിൽ അവരിലൊരംഗമായിട്ട് മാറുകയാണ്. ആ സമയത്താണ് അവിടെ വെച്ച് ജീസസ് യൂത്ത് നടത്തുന്ന ഒരു ചെറിയ റിട്രീറ്റിൽ പങ്കെടുക്കുന്നത്. പെനുവേൽ എന്ന പേരോടുകൂടി യാക്കോബുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ
ആ മൽപ്പിടുത്തത്തിൻ്റെ ഒടുവിൽ ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. അപ്പം ദൂതൻ പറയുകയാണ്, നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. അങ്ങനെ യാക്കോബ് എന്ന പേര് മാറ്റിക്കൊണ്ട് ഇസ്രായേൽ എന്ന് വിളിക്കുന്നു. അവിടെ വെച്ച് ആ സ്ഥലത്തിന് തന്നെ പെനുവേൽ അനുഭവമായി മാറുന്നു. എന്നതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും പെനുവേൽ റിട്രീറ്റാണ് ഇവരവിടെ നയിച്ചത്. 3 ദിവസത്തെ അതിൽ പങ്കെടുത്തു. ഞാനും അതിനുശേഷം ഒരു തീരുമാനമെടുത്ത് എൻ്റെ ലേബർ ക്യാമ്പിലും ഇതുപോലെ ഈ റിട്രീറ്റ് കൂടിയ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ ആയിട്ട് ചേർന്നിരുന്ന് ചെറിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കണമെന്ന്. അങ്ങനെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഗാലാ ചർച്ചിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഫാദർ ബോസച്ചനുമായിട്ട് പരിചയപ്പെടുന്നു. ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന ജെയ്സം ജോസഫ് ചേട്ടനുമായിട്ട് പരിചയപ്പെടുന്നു. ഈ ലേബർ ക്യാമ്പിൽ പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി വെച്ച കാര്യം ഞാൻ അവരെ അറിയിക്കുന്നു. അവരവിടെ നിന്ന് വൈദികനോടൊപ്പം ഈ ലേബർ ക്യാമ്പിലെത്തുന്നു. ഈ പ്രെയർ ഗ്രൂപ്പിൻ്റെ ഹോളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഒരു ബൈബിള് തന്ന് ആ ബൈബിളുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം വളർത്തുവാനായിട്ട് സാധിച്ചു. അന്ന് കിട്ടിയ ബൈബിളാണ് ഞാൻ ഇത്രയും വർഷക്കാലം കൊണ്ടു നടക്കുന്നത്. അത് ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും ജീവിതത്തിനും എന്നെ സഹായിച്ച ഒരു ബൈബിളാണ് ഒമാൻ രാജ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ബൈബിള്. ആ ബൈബിള് ഞാൻ ആ പ്രെയർ ഗ്രൂപ്പ് ഹോളിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് യെശയ്യാ 49:6 ഒരു വചനം ശക്തമായിട്ട് എന്നിലേക്ക് കടന്നു വരികയാണ്. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്തുവാനും ഇസ്രായേൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കുവാനും നീ എൻ്റെ ചെറിയൊരു ഉപകരണമായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. നിന്നെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായി അയക്കും. ഈ വചനം തുടരെ തുടരെ വായിക്കാനായിട്ട് ശക്തമായിട്ട് ഒരു പ്രേരണ കടന്നു വരികയാണ്. തുടരെ തുടരെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നൊന്നും പിടികിട്ടുന്നില്ല. പക്ഷെ പിന്നീട് ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ വരികയാണ്. മസ്കറ്റിലെ തന്നെ മറ്റൊരു സ്ഥലമാണ് സോഹാർ. സോഹാറിൽ പോയിട്ട് ഒരു ശുശ്രൂഷ ചെയ്യണം, തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവം പങ്കുവയ്ക്കണമെന്ന്. എൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവുമായിട്ട് കണ്ടുമുട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ ഞാൻ പോകുന്നത് സോഹാറിലേക്കാണ്. സോഹാറിൽ ആ ശുശ്രൂഷയ്ക്കായിട്ട് ആദ്യം പോയി അനേകരുമായിട്ട് പരിചയപ്പെട്ട് ആ ബന്ധം വലിയൊരു വളർച്ചയിലേക്ക്, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി അനുഗ്രഹമായിട്ട് മാറി. ജീസസ് യൂത്തിലെ സഹോദരങ്ങൾ അനേകർ, വലിയൊരു ടീമാണവർ, അനേകർ വില കൊടുത്ത് ഓടുന്നത് കണ്ടപ്പം, ഈ യുവതി യുവാക്കളൊക്കെ വലിയ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നത് കണ്ടപ്പം ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് എനിക്കും അവരെ പോലെ ക്രിസ്തുവിന് വേണ്ടി ഒരു വില കൊടുക്കുന്ന വ്യക്തിയായി മാറണം. വില കൊടുത്താൽ മാത്രമേ നമുക്ക് വില കിട്ടൂ എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് എത്തുകയും അന്ന് മുതൽ ക്രിസ്തുവിൻ്റെ പുറകെ പോവുകയാണ്. പക്ഷെ സാമ്പത്തികമായിട്ടൊന്നും ആ സമയത്ത് ഞാൻ വലിയ ഉയർച്ചയിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ആത്മാർത്ഥതയോടെ 2 വർഷക്കാലം മസ്കറ്റ് ദേവാലയ ശുശ്രൂഷയ്ക്കും ജീസസ് യൂത്തിൻ്റെ പ്രേയറുകൾക്കുമൊക്കെ മനോഹരമായ രീതിയിൽ 2 വർഷക്കാലം അവരോടൊപ്പം എനിക്ക് ഓടാനായിട്ട് സാധിച്ചു. ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പം പിന്നീടൊരു തീരുമാനമാണ് അവിടുത്തെ ലേബർ ക്യാമ്പുകളിലൊക്കെ പോയി സുഹൃത്ത് ബന്ധങ്ങളെ വളർത്തുക, മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയുക, മറ്റുള്ളവരോടൊപ്പം പല കാര്യങ്ങൾക്കും പങ്കെടുക്കുക. അതിലൊരു കാര്യമാണ് ലേബർ ക്യാമ്പിൽ അനേകം സഹോദരങ്ങൾ ചിക്കൻ ബോക്സ് പിടിപെട്ട് രോഗികളായിട്ട് കിടന്നു. ആ ചിക്കൻ ബോക്സ് പിടിപെട്ട് കിടക്കുന്ന സമയത്ത് ഇവരെ പ്രത്യേകം ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അവിടെ എല്ലാവരും ഒന്നും പോകത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്തൊരു തീരുമാനമാണ് ഈ ചിക്കൻ ബോക്സ് രോഗികളുടെ ഇടയ്ക്ക് പോയിട്ട് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, സാധനങ്ങൾ എന്തൊക്കെയാണോ അത് വാങ്ങിച്ചുകൊണ്ട് പോയി അവരുടെ കൂട്ടത്തിലിരിക്കുക, അവരോട് കുറച്ച് നേരം സംസാരിക്കുക. അപ്പം പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാനും ഒരു ചിക്കൻ ബോക്സ് രോഗിയായി മാറി. പക്ഷേ അതിലൊന്നും എനിക്ക് സങ്കടമില്ല. പക്ഷേ അവരുമായിട്ടുള്ള അവരുടെ ആ രോഗാവസ്ഥ സമയത്തുമൊക്കെ അവരോടൊപ്പം ആയിരിക്കുവാനും അവരിൽ ഒരാളായി മാറുവാനൊക്കെ എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാനും ഒരു 20 ദിവസത്തോളം രോഗിയായിട്ട് കിടന്നു. ജീവിതത്തിൽ
മറക്കാനാകാത്ത ഒരനുഭവമാണ്. അവിടെ ചിക്കൻ ബോക്സ് രോഗത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരൻ ഉണ്ടായിരുന്നു. അവനാണ് ഏറ്റവും ഒടുവിൽ കിടന്ന രോഗി. ഞാൻ അവനെയും എല്ലാ ദിവസവും പോയി കണ്ട് അവനോട് ഈശോയെക്കുറിച്ചും കെയ്റോസ് മാഗസിനിൽ വന്ന ഓരോ സംഭവങ്ങളും കഥകളും ഒക്കെ ഈ സഹോദരൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമായിരുന്നു. പിന്നീട് ആ ലേബർ ക്യാമ്പിൽ ഒരു 60 വ്യക്തികളോളം എത്തുന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് അവിടെ നല്ല ലെവലിൽ നല്ല രീതിയിൽ എത്താൻ സാധിച്ചു. അവിടെ നിന്നും അനേകം മക്കൾ ദൈവവിളിയിലേക്ക്, ദേവാലയത്തിലേക്കും ദൈവവിളിയിലേക്കും ദൈവത്തെ കാണുവാനും ഒക്കെ സാധിച്ചു. ജീവിതത്തിൽ നിരാശയിലും ഞെരുക്കങ്ങളിലും ദുഃഖങ്ങളിലും പോകുന്ന സഹോദരങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തു ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒമാനിൽ വെച്ച് മറക്കാനാകാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ ഒമാൻ രാജ്യത്തിൻ്റെ ഭൂപടം കൊണ്ടുവന്ന് ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് അവൻ എല്ലാവരോടുമായിട്ട്, ആ പ്രെയർ ഗ്രൂപ്പിലിരുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒമാൻ്റെ ഏത് സ്ഥലത്ത് പോയി ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ ആ സ്ഥലത്തിൻ്റെ പേരെഴുതി ഈ ഭൂപടത്തിനകത്ത് നിങ്ങൾ ഒട്ടിക്കുക എന്ന്. ഞാൻ കുറച്ച് സമയം ഒരു നിശബ്ദനായിരുന്നിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, ഞാൻ ഏത് സ്ഥലമാണ് എഴുതി ഈ ഭൂപടത്തിൽ ഒട്ടിക്കേണ്ടത്? അപ്പം ആ ചെറുപ്പക്കാരനൊരു വചനവും തന്ന എല്ലാവർക്കുമായിട്ട്. സങ്കീർത്തനം 34:10, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന്. ആ വചനത്തിൽ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് ഞാൻ ഈ ഒമാൻ ഭൂപടത്തിൽ സോഹാർ എന്നെഴുതി ഒരു പേപ്പറിൽ കൊണ്ടുപോയി ഒട്ടിച്ചു. ഏകദേശം 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ സോഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൊണ്ടുപോയത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്നിൽ നിക്ഷേപിക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്നിൽ നിക്ഷേപിക്കും. യെശയ്യാ 54:10, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന്. അത് ഈ യാഥാർത്ഥ്യമായിട്ട് ആ പ്രവചനം, ആ വചനത്തിൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ സോഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പിന്നീട് എത്തുന്നത്. എനിക്കൊരു യൂറോപ്യൻ കമ്പനിയിൽ ഒരു ജോലി കിട്ടുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ എത്രത്തോളം ഓടിയോ അതിൻ്റെ 10 മടങ്ങ് എന്നെ അനുഗ്രഹിച്ചൊരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ആ മത്തായിയുടെ സുവിശേഷം 6:33 പറയുകയാണ് അവിടുന്ന്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുക, മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന്. അങ്ങനെ ലഭിക്കാനായിട്ട് സോഹാറിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകുന്നു. അവർ പറഞ്ഞ ആ ശമ്പളവും കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് ഞാൻ അവിടെ ഒരു പനയുടെ മൂട്ടിൽ വന്നു നിന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ എന്ന്. അവിടെ വെച്ച് എൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വരികയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഞാൻ അവിടെ വെച്ച് ആ ക്രൗൺ പ്ലാസ ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ച് ദൈവത്തിൻ്റെ വലിയൊരു ടച്ചിങ് ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. നീണ്ട 7 വർഷക്കാലം പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ, എന്തൊക്കെ ഞാൻ ദുഃഖിച്ചുവോ, എന്തൊക്കെ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയോ, അതിന് പൂവ് ചോദിച്ചപ്പം പകരം പൂവല്ല തന്നത്, ഒരു പൂന്തോട്ടം തന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹെബ്രായർ 13:5 പറയുകയാണ് അവിടുന്ന്, ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല. ഞാൻ നിന്നെ ഒരിക്കലും മകളെ നിന്നെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ആ ഒമാൻ രാജ്യത്ത് എൻ്റെ കുടുംബങ്ങളെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ രാജാവ് യാത്ര ചെയ്യുന്ന ആ ഷിപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയൊക്കെ ഞാനത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ്, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി സഞ്ചരിക്കുന്ന ഷിപ്പാണിത്. അത്രത്തോളം എന്നെ ഉയർത്തി ദൈവത്തിൻ്റെ വലിയ സ്നേഹം
ആ രാജ്യത്ത് വെച്ച് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ആ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയി യേശുക്രിസ്തു ആരാണ്, ദൈവം ആരാണ് എന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ച്. ജീവിതത്തിൽ മറക്കാനാകാത്ത മറ്റൊരു സംഭവമാണ് നിസ്വയിലെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ കാബൂസിൻ്റെ പാലസിൻ്റെ ഉള്ളിൽ 16 ദിവസം എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. പല സുഹൃത്തുക്കളെ പല പാലസിലും പോയി ജോലി ചെയ്തു വരുന്ന സമയത്ത് ഞാനും എൻ്റെ ദൈവത്തോട് പറഞ്ഞ്, ഇവിടുത്തെ ഭരണാധികാരിയുടെ പാലസിൽ എനിക്കും പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റൊരു കമ്പനിയിൽ ചെന്നപ്പം നീണ്ട 16 ദിവസത്തോളം ജോലി ചെയ്യാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. ആ സ്ഥലത്തിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് അതെല്ലാം കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമാണ് തമ്പുരാൻ തന്നത്. പക്ഷെ ഞെരുക്കങ്ങളും സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴുമൊക്കെ കർത്താവ് എന്നെ മുറുകെ പിടിച്ചിരുന്നു. നിരാശയിലേക്ക് പോയില്ല. ജീവിതത്തിൽ ഒരിക്കലും പ്രത്യാശ മുന്നിൽ കണ്ട് എന്നും ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുഴുവൻ പോയത്. പരിശുദ്ധ അമ്മയെയും വിശുദ്ധ കുർബാനയെയും മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും വിശുദ്ധ കുർബാനയുടെ സ്നേഹവും. ഗാലാ ചർച്ചിൽ എനിക്ക് 2 വർഷത്തോളം കാലം ആ ചാപ്പലിൻ്റെ ഉള്ളിൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ മുതൽ ഒരു 3 മണി സമയം വരെ, കരുണയുടെ മണിക്കൂർ വരെ എനിക്ക് നിത്യാരാധന ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ ലഭിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ എന്നെ ഒരുക്കുമായിരുന്നു. ആ ഒരുക്കത്തിൻ്റെ നാളുകളായിരുന്നു. പക്ഷേ അതൊന്നും അന്നേരം തിരിച്ചറിയാൻ സാധിച്ചില്ല. പിന്നീടാണ് തിരിച്ചറിഞ്ഞത് കർത്താവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നെ അവിടുന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ എടുത്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഓരോ സ്ഥലത്തേക്ക് അയക്കുന്നു. അതിമനോഹരമായ രീതിയിൽ എന്നെ അവിടെ നയിച്ചു. ജീവിതത്തിൽ മറക്കാനാകാതെന്ന് വെച്ചാൽ 2 വർഷക്കാലം മുടങ്ങാതെ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ബലിയിലും പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടിയത് ഒമാൻ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചാണ്. അത് എനിക്ക് കിട്ടിയ ദൈവത്തെ ഞാൻ ഇന്നും അത് അനേകർക്ക് വെളിച്ചമായി മാറുവാനായിട്ട്, അനേകർക്ക് പ്രകാശമായി മാറുവാനായിട്ട് ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉന്നതിയും അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്നതും. ഈ വിശുദ്ധ കുർബാനയുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് എന്നെ വളർത്തിയത്. പരിശുദ്ധ അമ്മയോടുള്ള ജപമാലയോടുള്ള ഒരു ബന്ധം എൻ്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവിനിൽ അവിടുന്ന് വളരുവാനായിട്ട് സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്നവരാരെങ്കിലും ജീവിതത്തിൽ ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിരാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കും. ജീവനുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. യാക്കോബ് തൻ്റെ മൽപ്പിടുത്തത്തിലൂടെ ഒരു ദൈവത്തെ കണ്ടുമുട്ടിയെങ്കിൽ അതേ ദൈവം ഒരു ദിവസം, ഒരു മണിക്കൂറിൽ നിൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരും. അവൻ 1-ാം യാമത്തിൽ വന്നു കാണത്തില്ല, 2-ലും വന്നു കാണത്തില്ല, 3-ാം യാമത്തിലും എത്തിക്കാണത്തില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നൊരു ദൈവമാണ് നസ്രത്തിലെ മിശിഹ. ഈ ദൈവത്തെയാണ് നീ അറിയേണ്ടത്. അവനുമായിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പരാതികളും തീരും, എല്ലാ പരിഭവങ്ങളും തീരും, എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമാകും. നീ ക്രിസ്തുവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മണം നിൻ്റെ സിരകളിൽ ഉണ്ടായിരിക്കും. അവൻ പിടിച്ചാൽ ഒരിക്കലും പിടിവിടാത്ത യഹൂദനാണ്. അവനെത്ര നിൻ്റെ ജീവിതത്തിൽ നീ എത്ര വലിയ പാപിയാണെന്നാലും അവൻ നിന്നെ വീണ്ടെടുത്തുകൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കുന്നൊരു ദൈവമാണ്. 1 യോഹന്നാൻ 1:7 നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ ദൈവം നിൻ്റെ പാപത്തിൻ്റെ കണക്ക് വെക്കുന്ന ദൈവമല്ല. നിന്നെ എടുത്തുകൊണ്ട് മാറോട് ചേർത്തുകൊണ്ട് നിന്നെ പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് നിന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റും. നിൻ്റെ വിശുദ്ധി കണ്ടിട്ടല്ല ഈ ദൈവം നിന്നെ സ്നേഹിച്ചത്, നിൻ്റെ അയോഗ്യതയിലാണ് നിന്നെ സ്നേഹിച്ചത്. വിളിച്ചതിന് ശേഷമാണ് നിന്നെ വിശുദ്ധീകരിച്ചത്. അവൻ ഒരിക്കലും വാക്കുമാറാത്ത ദൈവം നിന്നോട് കൂടെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറിലും നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അവനുണ്ടായിരിക്കും. അതാ നമ്മൾ കാണുന്ന
വിശുദ്ധ കുർബാനയിൽ നീ ഓരോ പ്രഭാതത്തിലും കാണുന്ന ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിലും നീ കാസയിലും പിലാസയിലും കണ്ടുമുട്ടുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിൻ്റെ ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധികളായിക്കോട്ടെ, നിൻ്റെ പ്രശ്നം, നിൻ്റെ ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ ബലിയർപ്പണത്തോട് കഴിയണം. നീ പ്രശ്നങ്ങൾ കൊണ്ടു നടക്കണ്ട. കാസയും പിലാസയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പുരോഹിതൻ സ്തോത്രയാഗ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നിൻ്റെ എത്ര വലിയ പ്രശ്നങ്ങളും എടുത്തു കൊടുക്കുമ്പം അത് പരിഹരിക്കാനായിട്ട് ഇറങ്ങി ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കും. എസെക്കിയേൽ 37:14 എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ നമുക്ക് എത്ര സൗണ്ട് എടുത്ത് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രിയപ്പെട്ടവരെ, പ്രവാസിയായിട്ട് നിൽക്കുമ്പം അവിടെ നമ്മൾക്ക് ഒരു അറിയിപ്പ് തരുന്നത് ഇതാണ്: നിങ്ങൾ സൗണ്ട് കുറച്ച് വേണം പ്രാർത്ഥിക്കാനെന്ന്. ഇവിടെ നമുക്ക് എത്ര സൗണ്ട് വേണമെങ്കിലും എടുത്ത് പ്രാർത്ഥിക്കാം. പക്ഷേ അവിടുത്തെ നിയമങ്ങൾക്ക് കീഴിൽ നിന്നുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് നിന്നിട്ട് വേണം നമ്മൾ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട്. സൗണ്ട് കുറച്ച് സ്തുതിപ്പിക്കുന്ന സ്ഥലമാണ്. സൗണ്ട് എത്രത്തോളം നമ്മൾ അറിവോടുകൂടി പ്രാർത്ഥിക്കണം. കാരണം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 7 വ്യക്തികളിൽ കൂടുതൽ ഒരു സ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രെയർ ഗ്രൂപ്പുകളിലൊക്കെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കുഞ്ഞുങ്ങളുടെ വലിയവരുടെ ബർത്ത്ഡേ ആഘോഷം അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം. നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഏതെങ്കിലും കാരണവശാൽ അവർ പിടിക്കപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാരണം ഇതാണ്: ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷമായിരുന്നു. പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മൾ ഞെരുക്കങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പം ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ നമുക്ക് ആരാധിക്കാൻ സമയമില്ല. അവിടെ ജോലി കഴിഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്ത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വലിയ വില കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നിസ്വയിലെ ഒരു വീട്ടിൽ വെച്ച് അവിടെ ഒരു ഡെസർട്ടിൽ ബലിയർപ്പണമുണ്ട്. ആ ബലിയർപ്പണത്തിനായിട്ട് നമ്മൾ അരമണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് ആ ബലിയിൽ പങ്കെടുക്കുകയും ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം എവിടെയാണോ കുറവുള്ളത് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് ശക്തിപ്പെടുത്തുന്നതും കാത്തുപരിപാലിക്കുന്നതുമായിട്ടുള്ള വലിയ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ ആ ആദം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പം എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച വേറൊരു സംഭവമാണ്. ഞാൻ ദേവരാജൻ എന്ന് പറയുന്നൊരു സുഹൃത്തിനെ അവിടെ പരിചയപ്പെടുകയാണ്. അദ്ദേഹം അവിടെ സുവിശേഷം എത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിളിലാണ് അദ്ദേഹം ഓരോ ലേബർ ക്യാമ്പിലും പോയി പ്രാർത്ഥനയുടെ കാര്യങ്ങളും വിശുദ്ധ ബലിയുടെ കാര്യങ്ങളും ഓരോ ദിവസവും ഓരോ സഹോദരങ്ങളെയും ചെന്ന് അറിയിക്കുന്നതും അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നതും പ്രെയർ ഗ്രൂപ്പ് നയിക്കുന്നതുമൊക്കെ ആ സഹോദരൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പുത്രനായ മിശിഹായുടെ എല്ലാ കരുതലും പരിശുദ്ധാത്മാവ് നിങ്ങളെ അവിടുന്ന് വഴി നടത്തട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങൾക്കും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാം വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.